എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്ന് ന്യൂ ഇയർ ആണ്. അപ്പം ഞങ്ങളിന്ന് ഡെസേർട്ട് സഫാരിക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളെ പിക്കേനെ വന്നിട്ടുള്ള ബസ്സാണത്. അപ്പോൾ അതിൽ കയറി ഇനിയിപ്പോൾ നമുക്ക് ഡെസേർട്ടിലേക്ക് പോകാം. ഇപ്പോൾ സമയം ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ടാവും. അതുപോലെ ഇടയ്ക്ക് വേറെ സ്ഥലങ്ങളിൽ നിർത്തി ആൾക്കാരെ പിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സമയം കൂടി ആകുമ്പോൾ ഒരു 2 മണിക്കൂർ ഏകദേശം ആകും അവിടെ എത്തുമ്പോഴേക്കും. ദുബായിൽ വിൻ്റർ ആവുന്നതിന് മുന്നേ തന്നെ റോഡരികിൽ നിറയെ പൂച്ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പോൾ വിൻ്റർ കഴിയുന്നവരെ ഇവയെല്ലാം നന്നായി പൂത്ത് റോഡുകളെല്ലാം കളർഫുള്ളായിരിക്കും. അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഡെസേർട്ട് സഫാരി നടക്കുന്നത് സിറ്റി ലിമിറ്റിൽ നിന്ന് കുറച്ച് മാറി നല്ല ഡെസേർട്ടുള്ള ഒരു സ്ഥലത്താണ്. നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരുപാട് അകത്തോട്ട് മരുഭൂമിയുടെ അകത്തേക്ക് കയറി പോകുന്നില്ല. ഇത് മരുഭൂമി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമായിരിക്കും. അവിടെയാണ് ഈ ക്യാമ്പുകളൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ മരുഭൂമിയിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 1 അവറിനടുത്തേ അതിന് ശരിക്കും ട്രാവൽ വരുന്നുള്ളൂ. ഇടയ്ക്ക് ആൾക്കാരെ പിക്ക് ചെയ്യാൻ ഉള്ള സമയം പോയത് വെച്ചിട്ട് 1 അവറേ വരുന്നുള്ളൂ. ഇപ്പോൾ 4 മണിയാകുമ്പോൾ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എത്തിയതും കുറച്ച് ക്യൂ നിൽക്കേണ്ടി വന്നു. എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടോ, പാർക്കിംഗ് മൊത്തം ഫുള്ളാണ്. ഈ നമ്മളെവരെ ഇവിടുന്ന് ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതിനുള്ള വണ്ടിയാണിത്. പോകുന്ന വഴിക്ക് ഡെസേർട്ടിലൂടെ ഈ ഡ്യൂൺ ബാഷൻ ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് ചാടലും മറിയലൊക്കെ ഉണ്ടാവും. ഈ മണൽക്കൂനുകളുടെ മേലെ കൂടെ കയറിയിറക്കി പോകുന്നതാണ് ഈ സംഭവം. അപ്പോൾ നല്ല ചാട്ടം ഉണ്ടാവും. പിടിച്ചിരുന്നില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും. ഇങ്ങനെ ഈ മരുഭൂമിയിലൂടെ 4x4 വണ്ടിയിൽ ഓഫ് റോഡ് യാത്രയൊക്കെ അടിപൊളിയാണ്. പക്ഷെ കുറച്ച് സമയം ഉണ്ടാവുകയുള്ളൂ. ഡ്രൈവറിനെയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി സമയം കറക്കും. പക്ഷേ കുഞ്ഞുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. ഇപ്പോൾ നമ്മൾ ക്യാമ്പിലാണ് എത്തിയിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു വണ്ടിയിൽ. ആ മണൽക്കൂനുകൾക്ക് മേലെ കൂടെയൊക്കെ ചാടി പോകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചാടി വരിക. പക്ഷെ നല്ല കംഫർട്ടായിരുന്നു. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അതുകൂടാതെ ബൈക്ക് റൈഡ്, ക്യാമൽ റൈഡ്, ഹോഴ്സ് റൈഡ്, സാൻഡ് ബോർഡ് എല്ലാം ഉണ്ട്. ഇവിടെ അങ്ങനെ പല പല ആക്ടിവിറ്റീസുകളുണ്ട്. നമുക്ക് ഏത് വേണമെങ്കിലും അത് ചൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ക്യാമ്പിനകത്ത് കയറിയിട്ടുണ്ട്. ആ നേരെ കാണുന്നതാണ് അവിടുത്തെ സ്റ്റേജ്. അവിടെയാണ് ഈ രാത്രി ഷോസ് ഒക്കെ ഉണ്ടാവുന്നത്. ബെല്ലി ഡാൻസ്, ഫയർ ഷോ, പിന്നെ തനൂറ ഡാൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് ആ സ്റ്റേജിലാണ്. ആ ലെഫ്റ്റ് സൈഡായിട്ട് കാണുന്നതാണ് ഹെന്ന പെയിൻറ്റിങ്ങിൻ്റെ. അത് നമുക്ക് ഷോർട്ടായിട്ട് അവർ കയ്യിൽ വരച്ച് തരും. അതല്ലാതെ കൈ നിറച്ച് ഇടണമെന്നുണ്ടെങ്കിൽ അതിന് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ അതല്ലാതെ നമുക്ക് അറേബിക് കോസ്റ്റ്യൂം ചെയ്ത് ഫോട്ടോ ഒക്കെ എടുക്കാം.
നമ്മുടെ ഈ പാക്കേജിനകത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സിന് ആവശ്യത്തിന് വെള്ളം, പിന്നെ ഡിന്നറെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഡിന്നറിന് ബുഫേ വിത്ത് ബാർബിക്യൂ ആണ് ഉണ്ടാവുക. ചെറുതായിട്ട് മെഹന്തിയൊക്കെ ഇട്ടു. പിന്നെ ഞങ്ങൾ അറേബ്യക് കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു. ദൂരെ കാണുന്നതൊക്കെ ഇതുപോലെയുള്ള ക്യാമ്പുകളാണ്. ഈ വിൻ്റർ സീസണിലെ മെയിൻ ഒരു വിനോദമാണ് ഇവിടുത്തെ ഡെസേർട്ട് സഫാരി. നല്ല കാറ്റുണ്ടായിരുന്നു, അതുപോലെ തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. രാത്രിയാകും തോറും തണുപ്പ് കൂടിക്കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി ഒട്ടകപ്പുറത്ത്. ഇതിപ്പോൾ ഷോർട്ട് ക്യാമൽ റൈഡാണ്, അതായത് ആ റൗണ്ടിൽ മാത്രമേ ഒന്ന് കറങ്ങുകയുള്ളൂ. നമുക്ക് ലോങ് റൈഡ് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പേ ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഒരു ആനപ്പുറത്തിരിക്കുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഒട്ടകം നമ്മൾ കയറ്റിയിട്ട് എണീക്കുമ്പോഴും ഇറക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ച് ഇരുന്നില്ലെന്ന് വെച്ചാൽ അത് നമ്മൾ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ മരുഭൂമിയിൽ വന്ന് ഒട്ടകത്തിനെയും കണ്ടു, ഒട്ടകത്തിന് മേലെ കയറി സവാരിയും ചെയ്തു. കുഴപ്പമില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് പേടിയുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ ഇരുന്നു. രാത്രിയാകുമ്പോഴാണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ളത്. ഫുൾ ലൈറ്റപ്പൊക്കെ ചെയ്ത് നല്ലൊരു വൈബാണ് ഇവിടെ. ഹുക്ക വലിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും പോയി വലിക്കാം കേട്ടോ, അതിനുള്ള സൗകര്യമുണ്ട് അവിടെ. ഒരു 7 മണിയോടുകൂടി അവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തുടങ്ങിയത് തനൂറ ഷോയാണ്. തനൂറ ഷോ കഴിഞ്ഞതും ഇനി അടുത്തത് ഫയർ ഷോ ആണ്. ഫയർ ഷോ കഴിഞ്ഞതും പിന്നെ ഡിന്നർ ടൈം ആയിരുന്നു. ബുഫേ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് എടുത്തുകൊണ്ട് വന്നു. അതിലിപ്പോൾ റൈസും നൂഡിൽസ്, ബാർബിക്യൂ ചിക്കൻ, കുബൂസ്, വെജിറ്റബിൾ സാലഡ്, പിന്നെ 2-3 ഒഴിച്ചോറുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കെ തന്നെ ബെല്ലി ഡാൻസിനും തുടങ്ങി.
ബെല്ലി ഡാൻസോടുകൂടി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ വണ്ടി പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടാവും, അതിൽ കയറി നേരെ പാർക്കിങ്ങിലേക്ക് പോവുക. അവിടെ നമ്മൾ വന്ന ബസ് ഉണ്ടാവും, അതിൽ കയറി നേരെ വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതുവത്സരം കൂടി നേരുന്നു. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.